നമസ്കാരം. ഫ്രാൻസിലെ ടൂലസ് നഗരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിചിത്രവും അതീവ അപകടകരവുമായ സംഭവം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കടുത്ത വയറുവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് റാങ്കിൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച 29കാരന്റെ എക്സ്റേ പരിശോധനയിലാണ് ഡോക്ടർമാർ ഞെട്ടിപ്പോയത്. രോഗിയുടെ മലാശയത്തിനുള്ളിൽ ലോഹനിർമ്മിതമായ ഒരു വസ്തു കണ്ടെത്തിയതോടെയാണ് വിശദമായ പരിശോധന നടത്തിയത്. തുടർന്ന് അത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം ഉപയോഗിച്ചിരുന്ന 8 ഇഞ്ച് നീളമുള്ള ഉഗ്രശേഷിയുള്ള ആർട്ടിലറി ഷെല്ലാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ജനുവരി 31-നാണ് യുവാവ് ചികിത്സ തേടിയെത്തിയത്. തുടക്കത്തിൽ സാധാരണ വയറുവേദനയായി കരുതിയെങ്കിലും വേദന അസാധാരണമായതിനെ തുടർന്നാണ് എക്സ്റേ എടുത്തത്. ലോഹവസ്തു ശരീരത്തിനുള്ളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആശുപത്രിയിൽ ഉടൻ തന്നെ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചു. ചെറിയൊരു സമ്മർദ്ദമോ ചലനമോ ഉണ്ടായാൽ സ്ഫോടനം സംഭവിക്കാമെന്ന ഭീഷണി നിലനിന്നതിനാൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം ഉടൻ ഒഴിപ്പിച്ചു. രോഗികളെയും ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കെട്ടിടത്തിന് ചുറ്റും കനത്ത സുരക്ഷാ വലയം തീർക്കുകയും ചെയ്തു. സംഭവ വിവരം അറിഞ്ഞതോടെ ഫ്രഞ്ച് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും അഗ്നിരക്ഷാ സേനയും ആശുപത്രിയിലെത്തി. വിദഗ്ധർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഷെൽ പൂർണ്ണമായും നിഷ്ക്രിയമായിട്ടില്ലെന്ന സംശയമുയർന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ പല ഷെല്ലുകളും വർഷങ്ങൾക്കിപ്പുറം പോലും പ്രവർത്തനക്ഷമമായിരിക്കാം എന്നതിനാൽ ശസ്ത്രക്രിയ അതീവ ജാഗ്രതയോടെ നടത്തേണ്ടതാണെന്ന് ബോംബ് സ്ക്വാഡ് നിർദ്ദേശിച്ചു. ഇതോടെ പ്രത്യേക പ്രോട്ടോകോളുകൾ പാലിച്ച് ബോംബ് സ്ക്വാഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. ഡോക്ടർമാർ തീരുമാനിച്ചു. ദീർഘനേരം നീണ്ട സൂക്ഷ്മമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആർട്ടിലറി ഷെൽ വിജയകരമായി പുറത്തെടുത്ത ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് അത് സുരക്ഷിതമായി മാറ്റി നിർവീര്യമാക്കി. വൻ ദുരന്തം ഒഴിവായതോടെ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ആശ്വാസാവതരണം രൂപപ്പെട്ടു. യുവാവിന്റെ ആരോഗ്യനില ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൃപ്തികരമാണെന്നും അപകടനില പൂർണ്ണമായും തരണം ചെയ്തു വരികയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. പിച്ചളയും ചെമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ 8 ഇഞ്ച് നീളമുള്ള ഷെൽ 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾക്കെതിരെ ജർമ്മൻ സൈന്യം ഉപയോഗിച്ചിരുന്നവയിൽ ഒന്നാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. ഇത്രയും അപകടകരമായ ഒരു സ്ഫോടക വസ്തു യുവാവിന്റെ ശരീരത്തിനുള്ളിൽ എത്തിയത് എങ്ങനെയെന്ന് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഏതെങ്കിലും സ്വകാര്യ പാർട്ടിയിലോ വിനോദത്തിനിടയിലോ സംഭവിച്ച അബദ്ധമാകാം ഇതെന്നാണ് പ്രാഥമിക മാധ്യമങ്ങളുടെ നിഗമനം. അതേസമയം പൊതുജന സുരക്ഷയെ ഗുരുതരമായി അപകടത്തിലാക്കിയതിനാൽ യുവാവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഫ്രഞ്ച് പ്രോസിക്യൂട്ടർ തയ്യാറെടുക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.